ഇതിലെ വന്നവർ എന്ന പരമ്പരയുടെ 4ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രമായ ബാലൻ്റെ സംവിധായകൻ നൊട്ടാണിയെക്കുറിച്ച് പറയാം. 80കളുടെ തുടക്കത്തിലാണ് ഞങ്ങൾ മലയാള സിനിമയുടെ ചരിത്രം ശേഖരിക്കാനായി ഇറങ്ങുന്നത്. ഞങ്ങളെന്ന് പറഞ്ഞാൽ എന്നോടൊപ്പം മറ്റു 3 പേർ കൂടി ഉണ്ടായിരുന്നു. ജേർണലിസ്റ്റുകളായ ജെ രാജശേഖരൻ നായർ, ആർ പരമേശ്വരൻ, ശങ്കർ കളർലാബുടമ, ഫോട്ടോഗ്രാഫർ എസ് രമേഷ് ബാബു എന്നിവർ. ബാലൻ സിനിമയുമായി ബന്ധപ്പെട്ട് അതിലെ നായിക എം കെ കമലം, ആലപ്പി വിൻസെൻ്റ്, കെ ഗോപിനാഥ് തുടങ്ങിയവരെ ഞങ്ങൾ നേരത്തെ കണ്ടിരുന്നു. 1986-ൽ ഇവർ ഉൾപ്പെടെ മലയാളത്തിലെ ആദ്യത്തെ പിന്നണി ഗായികന്മാരിൽ ഒരാളായ സി സരോജിനി, തിക്കുറിച്ചി സുകുമാരൻ നായർ, ONV കുറുപ്പ്, ജി ദേവരാജൻ, ഗായിക എസ് ജാനകി, KS ജോർജ്, KPSC സുലോചന, ഓമല്ലൂർ ചെല്ലമ്മ, വൈക്കം മണി, CS രാധാദേവി, ബോധേശ്വരൻ, ഗായിക ലളിതാ തമ്പി, കാമ്പിശ്ശേരി കരുണാകരൻ, MB മന്മഥൻ, O മാധവൻ, ഗായിക കോഴിക്കോട് പുഷ്പ, ഗായകൻ എന്ന നിലയിൽ MB ശ്രീനിവാസൻ, നിർമ്മാതാവ് PK സത്യപാൽ തുടങ്ങി നിരവധി പേരെ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്ന സംവിധായകൻ R വേലപ്പൻ നായർ, ന്യൂസ് പേപ്പർ ബോയുടെ സംവിധായകൻ P രാമദാസ്, ജ്ഞാനാംബികയിലെ നായിക CK രാജം, ആദ്യകാല പിന്നണി ഗായകൻ ഗോകുലബാലൻ, നെയ്യാറ്റിങ്കര കോമളം, രണ്ടാമത്തെ നിശബ്ദ ചിത്രമായ മാർത്താണ്ഡവർമ്മയിലെ നായിക ദേവകി ഭായി, ശബ്ദലേഖകൻ കൃഷ്ണ ഇളമൺ തുടങ്ങി 12ഓളം പേർക്ക് സൂര്യ ഫിലിം സൊസൈറ്റി, കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ എന്നിവരുടെ സഹകരണത്തോടെ ഒരു സ്വീകരണം തിരുവനന്തപുരത്ത് ഞങ്ങൾ നൽകുകയുണ്ടായി. ആ കാലഘട്ടത്തിൽ ഞങ്ങൾ മോഡേൺ തിയേറ്റേഴ്സിലേക്ക് സ്റ്റുഡിയോ വന്ന് കാണുന്നതിനുള്ള അനുവാദം ചോദിച്ചുകൊണ്ട് ഒരു കത്തയച്ചു. 1987 ഓഗസ്റ്റ് 7 മറുപടിയും വന്നു. ഞായറാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 12നും വൈകിട്ട് 4നും ഇടയ്ക്കുള്ള സമയത്ത് ചെന്നാൽ ബാലൻ സിനിമയുമായി ബന്ധപ്പെട്ട അവിടെയുള്ള രേഖകൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം എന്നായിരുന്നു ഉള്ളടക്കം. പക്ഷേ എന്തുകൊണ്ടോ ഞങ്ങൾക്ക് പോകാൻ സാധിച്ചില്ല. വർഷങ്ങൾ കഴിഞ്ഞു. 2002 ഡിസംബറിൽ ഈ കത്ത് വീണ്ടും ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അന്തരിച്ച പ്രശസ്ത ചലച്ചിത്ര മാധ്യമ പ്രവർത്തകനും ഫിലിം ക്രിട്ടിക്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയുമായിരുന്ന മണ്ണാർ കെ ബേബിയുടെ സഹായത്തോടെ മോഡേൺ തിയേറ്റേഴ്സിൻ്റെ നമ്പർ സംഘടിപ്പിച്ച് ഞാൻ വിളിച്ചു. ഫോൺ എടുത്തത് ഒരു സ്ത്രീയായിരുന്നു, ശ്രീമതി കലൈവാണി സുന്ദരം. മോഡേൺ തിയേറ്റേഴ്സിൻ്റെ ഉടമ TR സുന്ദരത്തിൻ്റെ മകൻ റിച്ചാർഡ് രാമസുന്ദരത്തിൻ്റെ ഭാര്യ. പക്ഷേ അടുത്ത ദിവസം രാവിലെ അവർ ചെന്നൈക്ക് പോവുകയാണെന്നും മോഡേൺ തിയേറ്റേഴ്സിൻ്റെ ചരിത്രം പുസ്തകം ആക്കുന്നതുമായി ബന്ധപ്പെട്ട് 3 മാസം അവർ ചെന്നൈയിലായിരിക്കും എന്നും പറഞ്ഞു. ഞാൻ വിളിക്കുന്നത് 2002 ഡിസംബർ 31 ഉച്ചയ്ക്ക് 3 മണി കഴിഞ്ഞ് കാണും. ട്രെയിൻ സമയമെല്ലാം കഴിഞ്ഞു. മറ്റൊന്നും ആലോചിച്ചില്ല. കിട്ടിയ ബസ്സിൽ കയറി നാഗർകോവിലിറങ്ങി. അവിടെ നിന്ന് മധുര, പിന്നെ ദിണ്ടിഗൽ, പിന്നെ വേലൂർ, അവിടെ നിന്ന് നല്ലിപ്പാളയം. അങ്ങനെ ഞാൻ രാവിലെ സേലത്തെത്തി. കലൈവാണി സുന്ദരം എനിക്ക് ഫ്രഷാകാൻ മോഡേൺ തിയേറ്റേഴ്സിൻ്റെ ഗസ്റ്റ് റൂം തുറന്നു തന്നു. നല്ല സ്വീകരണമായിരുന്നു. കാരണം അതുവരെ കേരളത്തിൽ നിന്ന് ബാലൻ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തിരക്കാനോ ഫോട്ടോ ആവശ്യപ്പെട്ടോ ഒരാളും മോഡേൺ തിയേറ്റേഴ്സിൽ ചെന്നിട്ടില്ല. അവിടുത്തെ ഒരു സ്റ്റാഫിനെയും തൊട്ടടുത്തുള്ള സ്റ്റുഡിയോയിലെ ഒരു പയ്യനെയും റെഡിയാക്കി നിർത്തിയിരുന്നു. ബാലൻ ഉൾപ്പെടെയുള്ള മോഡേൺ തിയേറ്റേഴ്സ് നിർമ്മിച്ച ആദ്യകാല സിനിമകളുടെ സ്റ്റിൽസിൻ്റെ നെഗറ്റീവുകൾ അവരുടെ മേശപ്പുറത്ത് എടുത്തു വച്ചിട്ടുണ്ട്. എനിക്ക് ആവശ്യമുള്ളവ പ്രിൻ്റ് ചെയ്തിട്ട് നെഗറ്റീവ് തിരികെ ഏൽപ്പിക്കാൻ പറഞ്ഞിട്ട് അവർ ചെന്നൈക്ക് പോയി. കിട്ടിയ അവസരം മുതലാക്കി ബാലൻ ഉൾപ്പെടെ മന്ത്രികുമാരി, സർവാധികാരി, ആലിബാബയെ 40 കള്ളന്മാരെ തുടങ്ങി എല്ലാ സിനിമകളുടെ ഫോട്ടോസും പ്രിൻ്റടിച്ച് ഞാൻ സേലത്ത് നിന്നും തിരിച്ചു. അത് കഴിഞ്ഞ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ജീവനുമായിട്ടുള്ള മദ്രാസ് യാത്രയിലാണ് മദനഗോപാൽ, PV കൃഷ്ണയ്യർ, എഡിറ്റർ വർഗീസ് തുടങ്ങിയവരുടെ ഡീറ്റെയിൽസ് കിട്ടുന്നത്. PV കൃഷ്ണയ്യരുടെ ഭാര്യ സരസ്വതിയാണ് എനിക്ക് മോഡേൺ തിയേറ്റേഴ്സിൻ്റെ കുറേ ഗ്രൂപ്പ് ഫോട്ടോ തന്നത്. പക്ഷേ ആ ഫോട്ടോയിൽ നിന്ന് ബാലൻ്റെ സംവിധായകൻ നൊട്ടാണിയെ തിരിച്ചറിയാൻ പറ്റിയില്ല. ആ ഇടയ്ക്ക് മുംബൈയിൽ ഏതോ ഒരു നൊട്ടാണിയെ CMAI ക്ലോത്ത് മെർച്ചൻസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നൽകി ആദരിച്ചതായി ഒരു വാർത്ത കണ്ടു. ബിസിനസ് ലൈൻ എന്ന പത്രത്തിൽ ജോലി ചെയ്യുന്ന ഒരു അന്ന പീറ്ററാണ് ആ ലേഖനം എഴുതിയത്. അന്ന പീറ്ററിൻ്റെ നമ്പർ സംഘടിപ്പിച്ച് അവരെ വിളിച്ചു. നൊട്ടാണി എന്നൊരാളുടെ ഇൻ്റർവ്യൂ എടുത്തത് അവർക്ക് ഓർമ്മയുണ്ട്. പക്ഷേ അദ്ദേഹമാണോ മലയാളത്തിലെ ആദ്യ ശബ്ദ സിനിമ സംവിധാനം ചെയ്തത് എന്ന് അവർക്കറിയില്ല.
ഈ വാർത്ത വന്നത് 2003 മാർച്ച് 5-നാണ്. ഞാൻ അന്ന പീറ്ററിനെ വിളിക്കുന്നത് 2003 ഓഗസ്റ്റിലാണ്. 2 ദിവസം കഴിഞ്ഞ് വിളിച്ചാൽ അവർ ഇൻ്റർവ്യൂ എടുത്ത ആ നൊട്ടാണിയുടെ മകളുടെ നമ്പർ എവിടെയോ കുറിച്ചിട്ടിട്ടുണ്ട്, അത് നോക്കിയെടുത്ത് തരാമെന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് ഞാൻ അന്ന പീറ്ററെ വിളിച്ചു. അവർ നമ്പർ തന്നു. ആ നമ്പറിൽ ഞാൻ വിളിച്ചു. ഫോൺ എടുത്തത് ശ്രീമതി പ്രേം നൊട്ടാണി ശർമ്മ. അത് നമ്മുടെ നൊട്ടാണിയുടെ മകൾ തന്നെയായിരുന്നു. നൊട്ടാണിക്ക് 91 വയസ്സായി എന്ന് അന്ന പീറ്ററിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് അച്ഛനെ നേരിൽ വന്ന് കാണുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞ മറുപടി, അച്ഛൻ മരിച്ചിട്ട് 20 ദിവസം കഴിഞ്ഞു എന്നാണ്. US-ൽ താമസിക്കുന്ന അവർ പിതാവിൻ്റെ മരണാനന്തര ചടങ്ങുകൾക്ക് എത്തിയതായിരുന്നു. അങ്ങനെ മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രത്തിൻ്റെ സംവിധായകനെ നേരിൽ കാണാനുള്ള ഭാഗ്യം ഇല്ലാതായി. പക്ഷേ എൻ്റെ കയ്യിലുള്ള ഫോട്ടോയിൽ നിന്ന് നൊട്ടാണിയെ അപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല. ഞാൻ അതിലൊരു ഫോട്ടോ സ്കാൻ ചെയ്ത് ഈ മകളുടെ മെയിലിലേക്ക് അയച്ചു കൊടുത്തു. അവർ അവരുടെ അച്ഛൻ്റെ ആ പ്രായത്തിലുള്ള ഫോട്ടോ ആദ്യമായിട്ട് കാണുകയാണ്. അവർ തിരിച്ചറിഞ്ഞ നൊട്ടാണിയുടെ ഫോട്ടോ വെച്ച് ബാക്കി ഗ്രൂപ്പ് ഫോട്ടോകളിലെ നൊട്ടാണിയുടെ എല്ലാ ചിത്രങ്ങളും ഞാൻ പ്രേമയ്ക്ക് അയച്ചു കൊടുത്തു. ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോൾ അവരുടെ മറുപടി വന്നു. നൊട്ടാണിക്ക് ഏകദേശം 5 അടി 3 ഇഞ്ച് പൊക്കമേ ഉള്ളൂ. ഞാൻ അയച്ചു കൊടുത്ത ഫോട്ടോസ് എല്ലാം അച്ഛൻ്റെ അതേ പൊക്കത്തിൽ പ്രിൻ്റ് ചെയ്ത് അവരുടെ US-ലെ വീട്ടിൽ വെച്ചു എന്ന് കത്തിൽ പറയുന്നുണ്ട്. ഒപ്പം നൊട്ടാണിയുടെ ഭാര്യ ഭഗത് കുമാരി നൊട്ടാണിയുടെ ഒരു ഫോട്ടോയും അച്ഛനെയും അമ്മയെയും കുറിച്ച് എഴുതിയ ഒരു ലേഖനവും എനിക്ക് അയച്ചു തന്നു. പ്രേമ ശർമ്മ നൊട്ടാണിയുടെ ലേഖനം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: പൈലറ്റ് ആവുക എന്നതായിരുന്നു നൊട്ടാണിയുടെ സ്വപ്നം. അതിനാവശ്യമായ B ലൈസൻസ് ലഭിക്കണമെങ്കിൽ ഇംഗ്ലണ്ടിൽ പോകണമായിരുന്നു. എന്നാൽ കുടുംബ ബാധ്യതകൾ അദ്ദേഹത്തിൻ്റെ വിദേശയാത്രയെ തടസ്സപ്പെടുത്തി. കൂടാതെ ഇന്ത്യയിലും ലോകമെമ്പാടും വളരെ മോശം സമയമായിരുന്നു അന്ന്. ഇതാണ് ആ കത്തിലെ വാചകങ്ങൾ. കോളേജിൽ പഠിക്കുമ്പോൾ അദ്ദേഹം ചലച്ചിത്ര മേഖലയിൽ അരങ്ങേറ്റം കുറിച്ചു. ഒരു സൗണ്ട് എഞ്ചിനീയറായി അദ്ദേഹം തൻ്റെ ജീവിതം ആരംഭിച്ചു. 1935-ൽ സേലം മോഡേൺ തിയേറ്റേഴ്സിലെത്തിയ നൊട്ടാണിയുടെ നിയോഗമായിരുന്നു ബാലൻ എന്ന ചരിത്ര സിനിമയുടെ സംവിധായകൻ ആവുക എന്നത്. 28 വർഷങ്ങൾക്ക് ശേഷം 1964-ൽ കേരള ഫിലിം ചേംബർ ഓഫ് കോമേഴ്സ് നൊട്ടാണിയെ ആദരിച്ചു. ശ്രീ ശിവാജി ഗണേശനാണ് അദ്ദേഹത്തിന് ബഹുമതി നൽകിയത്. മകൾ ഇക്കാര്യം നന്ദിയോടെ സ്മരിക്കുന്നു. മലയാളത്തിലെ 2ാമത്തെ ശബ്ദചിത്രമായ ജ്ഞാനാംബിക സംവിധാനം ചെയ്തതും നൊട്ടാണിയായിരുന്നു. 5 തമിഴ് ചിത്രങ്ങളും അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പൻ തമ്പുരാൻ്റെ ഭൂതരായർ എന്ന നോവൽ ചലച്ചിത്രമാക്കാനുള്ള ശ്രമം തുടങ്ങിയപ്പോഴാണ് നൊട്ടാണി ഭാര്യയുമൊത്ത് തൃശ്ശൂരിൽ താമസമാക്കിയത്. സേലത്ത് നിന്നുള്ള സംഗീത സംവിധായകൻ ബാലസ്വാമി എത്തിയതായും ഗാനങ്ങളുടെ റിഹേഴ്സലുകൾ നടക്കുന്നുവെന്നും ഭാര്യയെ പ്രസവത്തിനായി തൃശ്ശൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നും ബാലനിൽ അഭിനയിച്ച CON നമ്പ്യാർക്ക് നൊട്ടാണി അയച്ച കത്തിൽ പറയുന്നു. 2ാം ലോക മഹായുദ്ധം കാരണം ഫിലിം കിട്ടാതെ വന്നപ്പോൾ ഭൂതരായർ എന്ന പ്രോജക്റ്റ് ഉപേക്ഷിക്കേണ്ടി വന്നു. കാവേരി നദിയുടെ കുറുകെയുള്ള പാലം ജാപ്പനീസ് ബോംബാക്രമണത്തിന് ഇരയാകുമെന്ന് ഭയന്ന് നൊട്ടാണിയും കുടുംബവും ബോംബെക്ക് മടങ്ങി. 1943 ഒക്ടോബറിൽ ബോംബെയിലെ വിക്ടോറിയ ടെർമിനസിൽ വെച്ച് തൻ്റെ ആദ്യകാല സുഹൃത്ത് ഭവൻ വാദ്വാനിയെ നൊട്ടാണി കണ്ടുമുട്ടി. അവർ ഒരുമിച്ച് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ നിർമ്മിച്ചു തുടങ്ങി. ഒരു ഗാരേജ് വാടകയ്ക്കെടുത്ത് ഒരു തയ്യൽ മെഷീനുമായിട്ടായിരുന്നു തുടക്കം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടം ആയതിനാൽ കടയുടെ പേര് ലിബർട്ടി ടൈലേഴ്സ് എന്നാക്കി. പിന്നീടെല്ലാം സിനിമയിലെ ആക്ഷനേക്കാൾ വേഗത്തിലായിരുന്നു. 1992 നവംബർ 28-ന് ഫെഡറേഷൻ ഓഫ് ഹോസിയറി മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ ഇന്ത്യൻ നിറ്റിംഗ് ഇൻഡസ്ട്രിയുടെ മികച്ച സേവനങ്ങൾക്കും സംഭാവനകൾക്കും വേണ്ടിയുള്ള ശതാബ്ദി അവാർഡ് നൊട്ടാണിക്ക് സമ്മാനിച്ചു. ഇന്ന് ഇന്ത്യയുടെ റെഡിമെയ്ഡ് വസ്ത്ര വ്യവസായത്തിൻ്റെ മുൻനിര പൈതൃകങ്ങളിലൊന്നാണ് ലിബർട്ടി ഗാർമെൻറ്റ്സ്. ഈ വ്യവസായത്തിൻ്റെ ഇന്നത്തെ വാർഷിക വിറ്റുവരവ് 70,000 കോടി രൂപയാണെന്ന് കണക്കാക്കപ്പെടുന്നു. 1998 മാർച്ച് 31-ന് റെഡിമെയ്ഡ് വസ്ത്ര വ്യവസായത്തിൽ നിന്നും നൊട്ടാണി വിരമിച്ചു. 2003 മെയ് 19-ന് അദ്ദേഹത്തിൻ്റെ 90-ാം ജന്മദിനം കുടുംബത്തോടൊപ്പം ചെമ്പൂരിലെ വസതിയിൽ ആഘോഷിച്ചു. വസ്ത്ര വ്യവസായത്തിൻ്റെ സമ്പന്നമായ ഒരു പാരമ്പര്യം അവശേഷിപ്പിച്ചുകൊണ്ട്
2003 ജൂലൈ 14 നൊട്ടാണി അന്തരിച്ചു. നൊട്ടാണിയെപ്പോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഭഗത് കുമാരിയും ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗമായ സിന്ധിലാണ് ജനിച്ചു വളർന്നത്. 2001 സെപ്റ്റംബർ 19 86-ാമത്തെ വയസ്സിൽ ഭഗത് കുമാരി നൊട്ടാണി അന്തരിച്ചു. ഒരുപക്ഷെ ഭൂതരായർ എന്ന സിനിമ നടക്കാതെ പോയതും ഗത്യന്തരമില്ലാതെ നൊട്ടാണിക്ക് ബോംബെയിലേക്ക് മടങ്ങേണ്ടി വന്നതും അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. അല്ലെങ്കിൽ ബാലൻ സിനിമയിൽ പ്രവർത്തിച്ച മറ്റുള്ളവരുടെ ജീവിതം പോലെ ആയിത്തീർന്നേനെ ഷെവേക്രാം, തെജ്കാന്ത്, നൊട്ടാണിയുടെ കഥയും. ബാലൻ സിനിമയിലെ കിട്ടുപണിക്കർ എന്ന കാമുകനെ അവതരിപ്പിച്ച ഗോപിനാഥിൻ്റെ കഥ കൂടി പറയാം. കെ ഗോപിനാഥ് അല്ലെങ്കിൽ മാന്നാർ ഗോപിനാഥ്. ഇതേ ഗോപിനാഥാണ് 1930 JC ഡാനിയലിൻ്റെ വിഗതകുമാരൻ എന്ന സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് അന്നത്തെ നസ്രാണി ദീപികയിൽ ഡാനിയലിനെ ഇൻ്റർവ്യൂ ചെയ്ത് ലേഖനം എഴുതിയത്. മാവേലിക്കര കൊട്ടാരത്തിലെ ഓർഡർലി ആയിരുന്ന ഹരിപ്പാട് വലിയ വീട്ടിൽ കൃഷ്ണപിള്ളയുടെ മകൻ. അമ്മ ലക്ഷ്മി കൊട്ടാരം നേഴ്സും. അച്ഛൻ സ്ഥിരം മദ്യപാനി. ഒരു ദിവസം മദ്യപിച്ച് വീട്ടിലെത്തിയ അച്ഛൻ അമ്മയോട് ചോദിച്ചു, എന്താ ഇവിടെ ഒരു പട്ടി കിടന്നുറങ്ങുന്നത്? ഒരു വടി എടുത്തുകൊണ്ട് വാ. അകത്തുനിന്ന് അമ്മ ഓടി വന്നു. ബോധമില്ലാത്ത ഭർത്താവിനോട് ലക്ഷ്മി പറഞ്ഞു, അയ്യോ, ഇത് നമ്മുടെ കുഞ്ഞല്ലേ. അച്ഛൻ അതൊരു ഷോക്കായിരുന്നു. വേച്ച് അകത്തേക്ക് പോയ ആ മനുഷ്യൻ കസേരയിലേക്ക് വീണു. അദ്ദേഹത്തിൻ്റെ അന്ത്യം അങ്ങനെയായിരുന്നു. അന്ന് ഗോപിനാഥിന് 2.5 വയസ്സ് പ്രായം. ഒരു ദിവസം അമ്മ പറഞ്ഞു, എന്നെക്കൊണ്ട് ഇതിൽ കൂടുതൽ ഒന്നും സാധിക്കില്ല, നീ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടും. നിറകണ്ണുകളോടെ ആ അമ്മ ഒരു 5 രൂപ ഗോപിനാഥിൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു. അന്ന് വീട് വിട്ടിറങ്ങിയ ഗോപിനാഥ് പിന്നെ അമ്മയെ കാണുന്നത് 18-ാമത്തെ വയസ്സിലാണ്. 21-ാമത്തെ വയസ്സിലാണ് ഗോപിനാഥ് മദിരാശിയിലെത്തുന്നത്. വടപഴനിയിലെ ഒരു സിനിമാ കമ്പനിയിൽ ചെന്നു. ധാരാളം പേർ ക്യൂ നിൽക്കുന്നു. ഗോപിയും നിന്നു. കൂട്ടത്തിൽ തടിമിടുക്കുള്ള ഗോപിക്ക് ആദ്യമേ സെലക്ഷൻ കിട്ടി. അവിടെ നടന്നത് സേതുബന്ധനം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ആയിരുന്നു. 11 ദിവസം വാനരനായി അഭിനയിച്ചു. പിന്നീട് അലാവുദ്ദീനും അത്ഭുത വിളക്കും എന്ന സിനിമയിലും കുട്ടി എന്ന ശബ്ദചിത്രത്തിലും ഗോപിനാഥ് അഭിനയിച്ചു. ആ ഇടയ്ക്കാണ് എ സുന്ദരംപിള്ളയെ ഗോപിനാഥ് പരിചയപ്പെട്ടത്. സിനിമാ സ്വപ്നവുമായി നടന്ന 2 പേരുടെ സംഗമം ചർച്ചകൾക്ക് കരുത്തേകി. സേലം മോഡേൺ തിയേറ്റേഴ്സ് നിർമ്മാണം ഏറ്റെടുത്തതിന് ശേഷം മദിരാശിയിൽ റിഹേഴ്സൽ ക്യാമ്പുണ്ടായിരുന്നു. 15 ദിവസത്തെ ക്യാമ്പിന് ശേഷമാണ് എല്ലാവരും ചേർന്ന് ഒരു ബസ്സിൽ സേലത്തേക്ക് പോയത്. സേലത്ത് ചെന്നതിന് ശേഷമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഗോപിനാഥ് കാര്യമായി സഹകരിച്ചു. ഇതിനിടെ ഗോപിനാഥ് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രവും ആറാട്ടും മറ്റും ഷൂട്ട് ചെയ്യുന്നതിനായി ക്യാമറാമാൻ കൃഷ്ണയ്യരുടെ കൂടെ വന്നു. അക്കൂട്ടത്തിൽ നാട്ടിൽ പോയി അമ്മയെയും കണ്ടു. തിരികെ സേലത്ത് ചെന്നപ്പോൾ സംവിധായകനെയും നായികയെയും കാണാനില്ല. നിർത്തിവച്ച ഷൂട്ടിംഗ് വീണ്ടും തുടങ്ങുന്നതിന് TR സുന്ദരം പല ഉപാധികളും മുന്നോട്ട് വച്ചു. അവസാനം ഗത്യന്തരമില്ലാതെ ഗോപിനാഥിന് അവയിൽ പലതും സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നു. ഗോപിനാഥിൻ്റെ പേര് പോലുമില്ലാതെ ബാലൻ എന്ന സിനിമ പുറത്തിറങ്ങി. എങ്കിലും കിട്ടുപണിക്കർ എന്ന കാമുകനെ അവതരിപ്പിച്ച ഗോപിനാഥ് ശ്രദ്ധിക്കപ്പെട്ടു. നിർമ്മാണം മുടങ്ങിപ്പോയ ഭൂതരായർ എന്ന സിനിമയിലും ഗോപിനാഥ് ഉണ്ടായിരുന്നു. പിന്നീട് ഹിന്ദിയിൽ റോട്ടി, പുനർമിലൻ, ദാദ, ബർസാത്ത് എന്നീ സിനിമകളിൽ ദിവസക്കൂലിക്ക് അഭിനയിച്ചു. ബോംബെ മെയിൽ എന്ന ചിത്രത്തിൽ ഒരു ജയിലറുടെ വേഷം കിട്ടി. 1940 ബോംബെ റെസ്ക്യൂ സർവീസിൽ ഡ്രൈവറായി ജോലി നോക്കി. 42 മുതൽ 5 വർഷക്കാലം നാഷണൽ ഇലക്ട്രോണിക് എൻ്റർപ്രൈസസിൽ മെക്കാനിക്കായി ജോലി ചെയ്തു. അവിടെ തൊഴിലാളി സേവാ സംഘമുണ്ടാക്കി EMS, AKG പട്ടം എന്നിവർക്ക് സ്വീകരണവും കൊടുത്തു. 1954 ഒറീസയിലെ റൂർക്കേല ഫാക്ടറിയിൽ 17 ദിവസം ജോലി നോക്കി. അവിടെ ഒരു മദ്രാസ് ഹോട്ടൽ തുടങ്ങി. 86 ഏപ്രിൽ 1 അത് നിർത്തി. ഏപ്രിൽ 7 നാട്ടിലേക്ക് പോന്നു. 58 K സരസ്വതി അമ്മയെ വിവാഹം കഴിച്ചു. 87 ജനുവരി 26 അവർ അന്തരിച്ചു. 1976 രാജയോഗം എന്ന സിനിമ നിർമ്മിച്ചു. ആ വർഷം ഡിസംബർ 24 ഹരിഹരൻ സംവിധാനം ചെയ്ത നസീർ ചിത്രമായ രാജയോഗം റിലീസായി. വർഷങ്ങൾക്ക് ശേഷം ആകാശപ്പറവകൾ എന്ന ഒരു ചിത്രം നിർമ്മിക്കാൻ ഇറങ്ങിത്തിരിച്ചു. വിജയൻ കരോട്ടായിരുന്നു സംവിധായകൻ.
1987 ജൂലൈ 29 കെ ഗോപിനാഥ് എനിക്കൊരു കത്തയച്ചു. അദ്ദേഹം ഒരു ചിത്രം എടുക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് സ്റ്റുഡിയോ സൗകര്യങ്ങൾ സൗജന്യമായി ഗവൺമെൻറ് ചെയ്തു തരണമെന്ന ഒരഭ്യർത്ഥന. മുഖ്യമന്ത്രിക്ക് ഒരു തുറന്ന കത്ത് എന്ന തലക്കെട്ടോടെ ഫിലിം മാഗസീനിൽ പ്രസിദ്ധീകരിക്കണം എന്ന ആവശ്യമായിരുന്നു ആ കത്തിൽ. പക്ഷേ ആ സിനിമയുടെ നിർമ്മാണം നടന്നില്ല. 1991 നവംബറിൽ ഗോപിനാഥ് അന്തരിച്ചു. മാന്നാർ കെ ഗോപിനാഥിൻ്റെ സംസ്കാരം നടന്നത് പാൻപോഷ് എന്ന സ്ഥലത്താണ്. കലിംഗയുടെ അടുത്താണ് പാൻപോഷ്. അതിലെ ഒഴുകുന്ന നദിയുടെ തീരത്തെ വേദവ്യാസ ക്ഷേത്രത്തിനടുത്തുള്ള മണൽപ്പരപ്പിലാണ് ഗോപിനാഥിന് അന്ത്യവിശ്രമം ഒരുക്കിയത്. മാന്നാർ ഗോപിനാഥിനെക്കുറിച്ച് എനിക്കറിയാവുന്ന കഥകൾ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ ബാലൻ സിനിമയിലൂടെ ആദ്യമായി സംസാരിച്ച ആലപ്പി വിൻസെൻ്റ്, ബാലൻ സിനിമയിലെ അസിസ്റ്റന്റ് ക്യാമറാമാൻ ആയിരുന്ന PV കൃഷ്ണയ്യർ എന്നിവരെക്കുറിച്ച് പറയാം. നമസ്കാരം.